നെതർലാൻഡ് ഇതിഹാസം സാക്ഷാൽ യുഹാൻ ക്രൈഫ് എന്ന വിശ്വകലാകാരൻ നെയ്തെടുത്ത ചരിത്രമാണ് ബാഴ്സയുടേത്. വിജയവും പരാജയവും സന്തോഷവും സങ്കടവും എല്ലാം കണ്ട ഒരു ജനതയുടെ വികാരഭൂമി. നീലയും ചുവപ്പും കലർന്ന ബ്ലോഗറാന പാരമ്പര്യത്തിന് ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം പറയാനുണ്ട്. സാക്ഷാൽ ക്രൈഫ് മുതൽ മറഡോണയും റൊണാൾഡിനെയും മെസ്സിയും സുവാരസും സാവിയും ഈനിയസ്റ്റയും നെയ്മറുമെല്ലാം നിറഞ്ഞാടിയിരുന്ന മഹോന്നത വേദിയായിരുന്നു ക്യാമ്പ് നൗ. കാണുന്നവന്റെ കണ്ണും മനസ്സും നിറയ്ക്കുന്ന എൽ ക്ലാസിക്കോ രാവുകളെ ഉറക്കം കളഞ്ഞ് സ്വീകരിക്കുന്ന പ്രതാപകാലത്തെ ആ പഴയ ബാർസലോണ ഒരു വികാരമായിരുന്നു. ലോകം കൺകാതുകൾ കൂർപ്പിച്ച് കണ്ടിരുന്ന ടിക്കിടാക്ക എന്ന കലാവൈഭവത്തെ ആവിഷ്കരിച്ചതും ഇതേ ബാർസലോണ തന്നെ. ആ കലാവിരുത് ക്യാമ്പ് നൗവിന്റെ പുൽത്തകിടിയിൽ ഉണ്ടാക്കിയോളവും ഞാൻ ഓർത്തുപോകുന്നു. ഇന്ന് ആ പഴയ ബാർസലോണ എവിടെ പോയി? യൂറോപ്പിലെ മറ്റേത് ക്ലബും ഭയന്നിരുന്ന പ്രതാപകാലം കാണിച്ച് അത്ഭുതപ്പെടുത്തിയവർക്ക് എന്ത് സംഭവിച്ചു? ഒരു കാലത്ത് ലാലിഗയിലും UCL-ലുമെല്ലാം വിസ്മയിപ്പിച്ച ബാഴ്സ ഇന്ന് നേട്ടങ്ങളുടെ കൊടുമുടി കീഴടക്കേണ്ടവർ ഭാവിയെക്കുറിച്ച് ആശങ്കയിലാണ്. മെയ് മറന്ന് വീറും വാശിയോടെ രക്തം ചിന്തി യുദ്ധം ചെയ്ത് വിജയചരിത്രം പറഞ്ഞ ക്യാമ്പ് നൗവും നിരാശയിലാണ്. കാലത്തിന്റെ കുത്തൊയ്ക്കിൽ പ്രായം തളർത്തിയവർ പടിയിറങ്ങുമ്പോഴും കൂടെ നിന്ന മെസ്സിയെ പറഞ്ഞു വിടുമ്പോഴും അത് ഇന്നത്തെ ബാഴ്സയിലേക്കുള്ള പരിണാമത്തിന് തുടക്കമാണെന്ന് മാനേജ്മെന്റ് ഒരിക്കൽ പോലും ചിന്തിച്ചു കാണില്ല. കാൽപന്തിനെ ജീവവായു പോലെ കണ്ട കാറ്റലോണിയൻ ജനത മാനേജ്മെന്റിന്റെ മൂർച്ചയുള്ള കത്തിക്ക് മുമ്പിൽ ഇരയായി മാറുകയായിരുന്നു. ഒടുക്കം സാവി നേരിട്ട് അവതരിച്ചതും അയാളിലൂടെ ബാർസലോണ പ്രതാപകാലം വീണ്ടെടുക്കുമെന്നും കരുതിയതാണ്. മെസ്സിയും നെയ്മറും സുവാരസുമെല്ലാം ആടിത്തിമിർത്ത സ്ഥാനത്തേക്ക് വ്യക്തമായ പ്രൊഫൈലുള്ള താരങ്ങളെ ടീമിലെത്തിച്ചതുമാണ്. ലബയും ഗുണ്ടോഗനും റാഫിന്യയും ഫെലിക്സും കാൻസലോയും അടങ്ങുന്ന താരസമ്പന്നമായ നിര കാറ്റലോണിയൻ ജനതയുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിക്കുമെന്നും പ്രതീക്ഷിച്ചതാണ്. നാളിതുവരെയായും ബാർസയെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സാവിക്കോ മറ്റ് താരങ്ങൾക്കോ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എണ്ണിയാലൊടുങ്ങാത്ത ഇതിഹാസങ്ങളെ ലോകത്തിന് സമ്മാനിച്ച ബാഴ്സയുടെ ഇന്നത്തെ ദയനീയാവസ്ഥ കണ്ട് നിരാശ പൂണ്ടവർക്ക് വേണ്ടി അവർ തിരിച്ചു വരേണ്ടതുണ്ട്. ക്രൈഫ് തീർത്ത സുന്ദരമായ കാൽപന്ത് ശൈലി ക്യാമ്പ് നൗവിന് വെളിച്ചമേകേണ്ടതുണ്ട്. കാലവും ചരിത്രവും മാറിമറിഞ്ഞതോടൊപ്പം പോയി മറഞ്ഞ പ്രതാപകാലവും തിരിച്ചു വരേണ്ടതുണ്ട്. മെസ്സിയും സാവിയും ഈനിയസ്റ്റയുമെല്ലാം നടന്നകന്ന പാതയെ യമാലും പെട്രിയും ഗാവിയും ചേർന്ന് സുന്ദരമാക്കേണ്ടതുണ്ട്. സാവി ബാക്കിയാക്കി പോകുന്ന ആ വിടവ് മറ്റാർക്കാണ് നികത്താൻ സാധിക്കുക എന്നറിയില്ല. ആര് തന്നെയായാലും എന്ത് തന്നെയായാലും ആ പഴയ ബാർസയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. വിസ്കൽ ബാർസ.